എന്തായാലും പരിസ്ഥിതി ദിനമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട അതെങ്ങനെയാണ് ലോകത്താകമാനം വ്യാപിച്ചതെന്ന് ഉള്ള ആ തുടക്കമൊന്ന് സൂചിപ്പിക്കാം. ഞാൻ അധികം എടുക്കില്ല, സമയം എടുക്കില്ല. കാരണം നിൽക്കുന്ന നിങ്ങളുടെ മുന്നിലേക്ക് അധിക നേരം സംസാരിക്കുന്നത്, ഞാൻ നിൽക്കുകയാണെങ്കിൽ അധിക നേരം സംസാരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. 1972 ആദ്യമായിട്ട് ആഗോളതലത്തിൽ ഇത്തരം ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചത്. അത് യുഎന്റെ നേതൃത്വത്തിൽ തന്നെയാണ്. സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ ആണ് തുടക്കം കുറിച്ചത്. ഏതാണ്ട് 140ഓളം രാജ്യങ്ങളുടെ പങ്കാളിത്തമുണ്ട് എന്നാണ് റെക്കോർഡിൽ കാണുന്നത്. അന്ന് അത്രത്തോളം ഉണ്ടായിരുന്നോ ഇല്ലെന്നൊന്നും നോക്കി ഇന്ന് പരിശോധിക്കാൻ കഴിയില്ല. എങ്കിൽ കൂടി ലോകത്തെ അത്തരം 300-അധികം രാജ്യങ്ങൾ എങ്കിലും പങ്കെടുത്തു എന്നാണ് കരുതുന്നത്. അത്തരം ഒരു സാഹചര്യം, അങ്ങനെ ഒരു യോഗത്തിന്, ഒരു അന്തർദേശീയ തലത്തിലുള്ള ഒരു യോഗത്തിനുള്ള ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് നാം ആലോചിക്കുക വേണം. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷവും അതേപോലെ തന്നെ വ്യവസായ വിപ്ലവത്തിന് ശേഷവും ലോകത്ത് ഹരിത വാതകങ്ങളുടെ ലെവൽ അനിയന്ത്രിതമായി കൂടി. ഇങ്ങനെ പോയാൽ നമുക്ക് നമ്മുടെ ഭൂമി എത്ര നാൾ നിൽക്കും എന്നുള്ളൊരു ആശങ്കയാണ് ലോകത്താകമാനം ഉണ്ടായത്. ആ ആശങ്കയ്ക്ക് ഒരു അറുതി വരുത്തുന്നതിനുള്ള ഒരു സ്റ്റെപ്പാണ് അവിടുന്ന് തുടങ്ങിയത്. അന്ന് ഉന്നയിച്ച അല്ലെങ്കിൽ അന്ന് ഉയർത്തിയ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു തീം എന്ന് പറയുന്നത് only one earth, ഒരേ ഒരു ഭൂമി. നമുക്കിനി വേറെ എങ്ങും പോകാൻ പറ്റില്ല. ഈ ഭൂമിയിൽ തന്നെ ജീവിച്ച് മരിച്ചേ പറ്റൂ ഇവിടെ ജനിക്കുന്നവർക്ക്. ആ ഭൂമിയെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കാണ്, വേറെ ആർക്കുമല്ല. അവിടുന്നാണ് ഈ പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒരു ചർച്ച ലോകമാകമാനം ഉയർന്നു വരുന്നത്. പക്ഷെ നാം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എല്ലാ വർഷവും ഇത് ആലോചിക്കുമ്പോൾ തന്നെ ഈ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച്, ആദ്യത്തെ പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് രൂപപ്പെട്ട ചില ആശയങ്ങളും ചില തീരുമാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് നടപ്പിലാക്കാൻ പല രാജ്യങ്ങളും തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് പറയാറുണ്ട് വികസനം എന്ന ഇതിലേക്ക് ഒതുങ്ങി നിന്നുകൊണ്ട് വികസനം എന്നതിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ അനിയന്ത്രിതമായ വികസനം അത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വികസനത്തിന്റെ നിയന്ത്രണം മൊത്തവും സമ്പത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന ആളുകൾ ആണ് നിയന്ത്രിക്കുന്നത്. ഞാൻ മനസ്സിലാകും, കാരണം ഇവിടെ ഇരിക്കുന്നവരൊക്കെ നല്ല രാഷ്ട്രീയ ബോധമുള്ളവരാണെന്ന് ഉള്ളത് കൊണ്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ അവരുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അതായത് സമ്പന്നരുടെ താല്പര്യം രക്ഷിക്കുക എന്നുള്ളതാണ്, സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം വ്യവസായങ്ങൾ തുടങ്ങുമ്പോഴും അത്തരം സംരംഭങ്ങൾ തുടങ്ങുമ്പോഴും പ്രകൃതിയെ സംരക്ഷിക്കുക, അല്ലെ പ്രകൃതിയുടെ കോട്ടം തട്ടാതെ നോക്കുക എന്നുള്ള ഒരു ആശയമോ താല്പര്യമോ അവിടെ വരുന്നില്ല. എന്ത് തന്നെ സംഭവിച്ചാലും ലാഭം ഉണ്ടാക്കുക, കൂടുതൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് ഈ വികസനം എന്ന പേരിൽ നടത്തിയത്. നമ്മൾ ഈ എന്താണ് വികസന പ്രവർത്തനങ്ങളോട് എതിർപ്പുണ്ടായിട്ടല്ല, പക്ഷെ അത് വരുന്നത്, അതിന്റെ ബെനിഫിറ്റ്, അതിന്റെ ഗുണഫലം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു. എന്നാൽ അതിന് ദോഷഫലം സാധാരണക്കാരൻ അനുഭവിക്കേണ്ടി വരുന്നു. ലോകത്തെ 40% ആളുകൾ ഇന്നും ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരവസ്ഥയാണ്. അനുവദനീയമായ നമ്മുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഭൂമിയുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്കൊക്കെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത് 240 ppm ആണ്. അത് ഇന്ന് 424 ppm. ഇമാജിൻ ചെയ്യാം, ഒന്ന് മനസ്സിൽ കൂട്ടി നോക്കുക, എത്രത്തോളം മടങ്ങ്
അധികം ഇത്തരം വാതകത്തിന്റെ ലെവല് കൂടി എന്നുള്ളത്. അപ്പോൾ രാജ്യത്തും ലോകത്തും ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും കാരണമായിരിക്കുന്നത് അനിയന്ത്രിതമായിട്ടുള്ള ഇത്തരം വാതകങ്ങൾ. ഈ വാതകം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ, പലതരം ഇന്ധനങ്ങളുണ്ട്. അതേപോലെ ഈ ഇന്ധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അത് ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. മറ്റു പലതും ഉണ്ട്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ നടപടികൾ എടുക്കാതെയാണ് ഈ വികസന പ്രവർത്തനങ്ങൾ ലോകത്താകമാനം നടത്തിയത്. അത് നടത്താനുള്ള കാരണം ഇതിനെ നിയന്ത്രിച്ചതൊക്കെ സാമ്പത്തിക ശക്തികളാണ് എന്നുള്ള ഒരു കാരണം കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിനെ നിയന്ത്രിച്ച് പോകണം എന്നുള്ള ഒരു തീരുമാനം ആഗോളതലത്തിൽ ഉണ്ടാകുമ്പോൾ പോലും പലപ്പോഴും അമേരിക്കയും ഒക്കെ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരവസ്ഥയും ഉണ്ടായി. അതൊക്കെ നമ്മൾ ഓർമ്മയിൽ വരേണ്ടതാണ്. ആകെ യൂറോപ്യൻ യൂണിയന്റെ ചില പ്രവർത്തനങ്ങൾ കൊണ്ടാണ് കുറച്ചെങ്കിലും ഇതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞത്. ഇനി നമ്മുടെ സംസ്ഥാനത്തേക്ക് വരാം. നമ്മുടെ പ്രവർത്തനങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഇതെങ്ങനെ റിഫ്ലക്ട് ചെയ്ത് എങ്ങനെ പ്രതിഫലിച്ചു എന്നുള്ളത് നോക്കാം. നമ്മൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഹരിത കേരള മിഷൻ. ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഹരിത കേരള മിഷൻ എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ അറിയാമല്ലോ. ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലോകത്ത് ഈ വാതകത്തെ, നമ്മുടെ ചൂട് കൂടുന്നതിന്, ഭൂമിയുടെ ചൂട് കൂടുന്നതിന് കാരണമാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഉണ്ടാകണം. ഹരിത കേരള മിഷൻ എടുത്തത് നദികൾ വൃത്തിയാക്കുക, ജലം അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ, നദികൾ വൃത്തിയാക്കുക, അതുപോലെ മാലിന്യങ്ങൾ കുറയ്ക്കുക. ഞാനത് സൂചിപ്പിക്കാൻ കാരണം നമ്മുടെ കേരള ഗവൺമെന്റ് 2010 പ്രത്യേകിച്ച് 2016 ശേഷം ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏറെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഹരിത കേരള മിഷൻ ഇറക്കിയ ഒരു മെസ്സേജ് വായിച്ചങ്ങ് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന ഭൂമി ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. മനുഷ്യരുൾപ്പെടെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഭൂമിയിലെ ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമെന്ന് എനിക്കറിയാം. അനിയന്ത്രിതമായ പ്ലാസ്റ്റിക് ഉപയോഗവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ശരിയായ സംസ്കരണമില്ലായ്മയും പരിസ്ഥിതി നാശത്തിൻ്റെ വേഗത കൂട്ടുന്ന ഘടകങ്ങളാണ് എനിക്ക് ബോധ്യമുണ്ട്. മണ്ണും പുഴകളും തടാകങ്ങളും സമുദ്രങ്ങളുമെല്ലാം പ്ലാസ്റ്റിക് കൊണ്ട് നിറയുന്നത് തടയാൻ എന്നാലാവും ഉള്ളതെല്ലാം ചെയ്യുമെന്നും പരിസ്ഥിതിയെ സംരക്ഷിച്ചും വീണ്ടെടുത്തും ഈ ഭൂമിയുടെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഞാൻ എക്കാലവും മുന്നിൽ തന്നെ ഉണ്ടാവുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ ഇത് വായിച്ചത് ഇതിൻ്റെ ഫുൾ സ്പിരിറ്റ് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. വിചാരിക്കും അവർ വരുന്നത് അവരുടെ പൈസയ്ക്ക് വേണ്ടിയാണെന്ന്. പൈസയ്ക്ക് വേണ്ടിയല്ല, അവർ വരുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം നമ്മൾ ചെയ്യാൻ കഴിയുന്നത്, ഇപ്പം നമ്മളിവിടെ കൂടിയതുപോലെ നമുക്കത് പ്രായോഗികമാക്കാൻ കഴിയുന്നത്, ആ സന്ദേശം പ്രായോഗികമാക്കാൻ കഴിയുന്നത് ഈ ഹരിതകർമ്മസേന വരുമ്പോൾ അവരോട് സഹകരിക്കുക. അതൊരു ചെറിയൊരു കാര്യമാണ് ഞാൻ പറയുന്നത്, പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മുടെ ലെവലിൽ, നമ്മുടെ വീട്ടുമുറ്റത്ത് വരുന്നവരോട് വളരെ ഇത് ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു സഹായകമാകും ഒന്നത്. അതേപോലെ തന്നെ നമ്മുടെ പരിസരത്തുള്ള തടാകങ്ങൾ, ശുദ്ധജല തടാകങ്ങൾ, ഏതെങ്കിലും ശുദ്ധജല തടാകം നമ്മൾ പറയപ്പെടുമ്പോഴും പലപ്പോഴും നാം അറിയാതെ നമ്മുടെ അത് മലിനമാക്കുന്നതിനുള്ള നടപടികൾ പലപ്പോഴും ചെയ്യാറുണ്ട്. അറിയാതെ തന്നെ ഓടയിലെ വെള്ളങ്ങൾ തെളിച്ചു വിടുന്നുണ്ട്. അങ്ങനെ നാം ചെയ്യുന്ന, ദൈനംദിനം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, എണ്ണി പറയാനുണ്ട് ഒരുപാട്, നാം അറിയാതെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഈ മലിനീകരണത്തെ നിയന്ത്രിക്കാൻ കഴിയും. ഇത്തരം നമ്മുടെ പ്രകൃതിയെ
മലിനമാക്കുന്ന ഇത്തരം നടപടികൾ ഇല്ലാതാക്കിയാൽ തന്നെ ഈ സംരംഭത്തിന് വലിയൊരു മെച്ചമായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.